നമ്മുടെ തുർക്കിഷ് മൾബറി മഴക്കാലം ആണ്, പൊതുവേ കായപിടുത്തം കുറവാണ്. തുർക്കിയിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് കൊണ്ടുവന്ന തൈയാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിഞ്ഞൂടാ. ഇലകളൊക്കെ നിങ്ങൾക്ക് റെഫറൻസിന് വെക്കാം. ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു ഇനമാണ് കേട്ടോ. പൊതുവേ ഞാൻ വളക്കൊടുക്കലൊക്കെ കുറവാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫാക്ട് കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷം മുന്നേ ഈ ചട്ടിയിലാക്കിയതാണ്. പിന്നെ അങ്ങനെ കിടക്കുക. എന്തായാലും ഹെവി ഫ്രൂട്ട് സെറ്റിംഗ് ഉള്ള ഒരു ഇനമാണ്. എന്തായാലും ഈ മഴക്കാലം ഒന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രൂട്ട് സെറ്റിംഗ് ഒന്ന് വളമൊക്കെ കൊടുത്തൊന്ന് ഉഷാറാക്കി എല്ലാവർക്കും കാണിച്ചു തരാം. വളരെ കുറച്ച് തൈകൾ ഇതിൻ്റെത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ലെയർ ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇതാണ് തുർക്കിഷ് മൾബറി. ഇതിൻ്റെ ശരിയായ പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ അതുകൂടെ പറയാം. ഇത് ലെയർ ചെയ്തെടുത്താണ്. ഇത് നല്ല സൈസ് വരും. ഇത് ഷാർജയിലുള്ള സുഹൃത്ത് തന്നാണ്. ഇതിൻ്റെ പഴത്തിൻ്റെ ഒരു സൈസ് കൂടെ ഇതിൻ്റെ കൂടെ കാണിക്കാം കേട്ടോ. ചെറിയ കമ്പിൽ മൊത്തം ഇത് കായ, ഫസ്റ്റ് തന്നെ കായായിട്ടാണ് ഇത് വരിക. ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ പാകിസ്ഥാൻ മൾബറി പോലെ സമയമെടുക്കില്ല. കൂടാതെ പാകിസ്ഥാൻ മൾബറി പോലെ വെറും മധുരവും മാത്രമല്ല, ഇതിനൊരു നമ്മുടെ നാടൻ മൾബറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷേ കുറച്ച് സൈസ് വെക്കും എന്നുള്ളതാണ്. സൈസും വെക്കും, നിറയെ കായ്ക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ മൾബറിയുടെ ഒരു പുളിമധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന, നല്ല പഴുത്താൽ മധുരം മാത്രമാണ് പല സ്റ്റേജിൽ. ഈ ഒരു ബ്ലാക്ക് കളറിലായ പിന്നെ മധുരം മാത്രമേ കാണൂ. ചെറിയൊരു ചുവപ്പ് കളറാണെങ്കിൽ, ഇതുപോലത്തെ കളർ മാറ്റം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പുളിമധുരക്കായി ഒരു തരം ടേസ്റ്റാണ് വരുന്നത്. എന്തായാലും ഇതിനെ ഇത്രയും കാലമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഈ ഇനത്തെ മൾബറി ആയതുകൊണ്ട് ഞാൻ വലിയൊരു ശ്രദ്ധ കൊടുക്കാറില്ല. ഓക്കെ, ബൈ.